ബീഹാറിൽ വലിയ രാഷ്ട്രീയ നാടകത്തിന് കളമൊരുങ്ങുന്നു. ബീഹാറിലെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ. ബീഹാറിൽ വൻ രാഷ്ട്രീയ നീക്കം. ബി.ജെ.പി. പിന്തുണയിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സുശീൽ മോദി ഉപമുഖ്യമന്ത്രിയായേക്കും. സത്യപ്രതിജ്ഞ ഞായറാഴ്ച എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, ബി.ജെ.പി. നേതാക്കളുമായി നിതീഷ് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം, അതുപോലെ പ്രധാന കക്ഷി നേതാക്കളുമായി ഡൽഹിയിലുള്ള ബി.ജെ.പി. നേതാക്കൾ ചർച്ച നടത്തിയെന്നുള്ള വിവരം, ഇതിനൊക്കെ ഇടയിൽ ഏറ്റവും ഒടുവിലായി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? നിതീഷിൻ്റെ ബി.ജെ.പിക്കൊപ്പം ചേരാനുള്ള നീക്കം അത് ഇന്ത്യ സഖ്യത്തിന് വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉണ്ടാക്കും എന്ന് നമുക്കറിയാം. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? റിജിത്ത്, ബീഹാറിലെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ പലതരത്തിലാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതായത് നേരത്തെ ഉയർന്നിരുന്നത് ഈ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നതായുള്ള സൂചനകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒടുവിൽ വരുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഈ ബി.ജെ.പിയുടെ പിന്തുണയോടെ വീണ്ടും നിതീഷ് കുമാർ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള വിവരങ്ങളാണ്. അതായത് സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകും. ഇതിൽ സുശീൽ കുമാർ മോദിയെ ഉപമുഖ്യമന്ത്രിയാക്കുവാൻ നീക്കങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ നടക്കുന്നത് എന്തായാലും അത്തരത്തിൽ നിതീഷ് കുമാർ ബി.ജെ.പി. പാളയത്തിലേക്ക്, എൻ.ഡി.എയുടെ പാളയത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ, ഇന്ത്യ പാളയത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്നത് ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ്. കാരണം ഈ ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നതിൽ മുൻനിരയിൽ നിന്ന് നയിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു നിതീഷ് കുമാർ. ദൂതൻ എന്നായിരുന്നു അദ്ദേഹത്തെ ആ സമയത്ത് അറിയപ്പെട്ടിരുന്നത്. പല പാർട്ടിയുടെ പ്രതിപക്ഷ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്കൊക്കെ നിതീഷ് കുമാറാണ് മുൻകൈയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ആ നിതീഷ് കുമാർ തന്നെ ഇത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറി എൻ.ഡി.എ പാളയത്തിലേക്ക് ചെല്ലുന്നത് വലിയ രീതിയിലുള്ള, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ രീതിയിൽ തന്നെ ഈ ഇന്ത്യ സഖ്യത്തിനും തിരിച്ചടിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്തരമൊരു നീക്കങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതെന്നുള്ള വിവരങ്ങളാണ് ഇന്നലെ തന്നെ ഉണ്ടായത്. ഈ ബി.ജെ.പിയുടെ ദേശീയ നേതാക്കളുമായി നിതീഷ് കുമാർ ചർച്ചകൾ നടത്തി എന്നുള്ള സൂചനകളാണ് ലഭിച്ചിരുന്നത്. ഈ കക്ഷി നേതാക്കളുമായി ചർച്ചകൾ ഉണ്ടായി. ഒപ്പം തന്നെ ബീഹാറിന്റെ സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതായുമുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അതിലൊരാൾ സുശീൽ കുമാർ മോദിയാണ്. അപ്പോൾ ആ സുശീൽ കുമാർ മോദിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ പൊതുവെ ഈ നിയമസഭ ബി.ജെ.പിക്കൊപ്പം ചേരാനുള്ള നിതീഷിന്റെ തീരുമാനം, മമതയാണെങ്കിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം, ഇതിനിടയിൽ കോൺഗ്രസ് ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഏതു തരത്തിലാണ് നോക്കിക്കാണുന്നത്? കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാവുന്ന തരത്തിലുള്ള നീക്കങ്ങളാണല്ലോ ഉണ്ടാവുന്നത്. കോൺഗ്രസ് എന്തെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പ്രതികരിക്കുന്നുണ്ടോ? അതുപോലെ ഈ ബി.ജെ.പിയുമായി ചേരാനുള്ള നിതീഷിൻ്റെ നീക്കം, അതിലിപ്പോഴും JDU മൗനം തുടരുകയാണോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ അച്യുതൻ? റിജിത്ത്, പ്രധാനമായും ഇതിൽ വിലയിരുത്തേണ്ടത് ഈ നിതീഷ് കുമാറിന്റെ നീക്കങ്ങളിൽ ഈ JDU പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ ഈ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. കാരണം ഏതുതരം പദ്ധതിയിലേക്കാണ് ഈ നിതീഷ് കുമാർ ഈ പാർട്ടിയെ നയിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഫോർമുലകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന അഭ്യൂഹങ്ങളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ആശയക്കുഴപ്പം ഈ JDU പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമതായി കോൺഗ്രസ് നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. മറ്റൊന്ന്, ഈ ഭാരത് ജോഡോ ന്യായ യാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുവാനിരിക്കുകയാണ്. നേരത്തെ നിതീഷ് കുമാറിനും അതുപോലെ RJD തേജസ്വി യാദവിനും ക്ഷണം നൽകിയിരുന്നു. അവർ പങ്കെടുക്കുമെന്നായിരുന്നു വിവരമെങ്കിൽ അവസാനം നിതീഷ് കുമാർ പങ്കെടുക്കില്ല എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അത് ഏതാണ്ട് ഉറപ്പായ മട്ടാണ്. കാരണം നിതീഷ് കുമാർ ഈ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമാകില്ല എന്നുള്ള വിവരങ്ങളാണ്. അതിൽ JDU ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങൾ ഈ അവസാനം നടന്ന ഇന്ത്യ മുന്നണി യോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതിൽ CPM ഉൾപ്പെടെ നിതീഷ് കുമാറിനെ പിന്തുണച്ചപ്പോൾ, കൺവീനർ സ്ഥാനത്തേക്ക് പിന്തുണച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അടക്കം അതിൽ അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്തുകയും ആ ഒരു തീരുമാനം വീണ്ടും വൈകിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളതാണ്. സീറ്റ് വിഭജനമടക്കം പ്രതിസന്ധിയിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നിതീഷ് കുമാർ പങ്കെടുക്കാത്തത് എന്നുള്ളതാണ് JDU പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത്. പക്ഷേ ഇതിന്റെ മറ്റൊരു
തലത്തിൽ ഉയരുന്ന ചർച്ചകൾ എന്നുള്ളത് ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് ബീഹാറിൽ ഉണ്ടാവുന്നത്. BJP പിന്തുണയിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. സുശീൽ മോദി ഉപമുഖ്യമന്ത്രി അയക്കുമെന്ന വിവരങ്ങൾ, അതുപോലെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച ഉണ്ടാകും എന്ന സൂചന. നിതീഷ് കുമാർ മൗനം തുടരുകയാണ്. JDU അതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിലടക്കം നിർണായക പങ്കുവഹിച്ച നിതീഷ് കുമാർ BJP പാളയത്തിലേക്ക് പോകുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി തന്നെ തുലാസിലാക്കി മാറ്റുകയും ചെയ്യുന്നു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു.